സന്തോഷമാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ നിക്കാൻ പോവുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാല് ഇവര് നാട്ടിക്ക് പോവുകയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണെന്നറിയാം, പ്രവാസികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്ക് കഴിയണവര് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക, എന്തെങ്കിലും കുക്ക് ചെയ്യാണ്ടെങ്കിൽ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ അധികം പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, അങ്ങനെ കിടന്നുറങ്ങുക, അതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ഇപ്പം പുറത്ത് നിൽക്കണ്ട ഒരു പന്തും പിടിച്ചിട്ട് അല്ലാത്തപ്പ പറഞ്ഞ അപ്പൊ ഇപ്പൊ ഒരു പ്രത്യേക രസമാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ തൊത്തുപ്പൊക്കെ നാട്ടിലേക്ക് പോകുകയാണല്ലോ. പിന്നെ ഇപ്പച്ചി ഇവിടെ ഒറ്റക്കാകും. നാട്ടിൽ നിന്ന് വന്നവർക്കുള്ള എടുത്തു പറയേണ്ട കാര്യം എന്താ ചോദിച്ചാൽ, ഇവര് പറയണത് കൂടുതൽ ജോലി ഇല്ല ഇവിടെ. അതേപോലെ എത്ര നേരം കടന്നിറങ്ങിയാലും ആരും വന്ന് കോളിംഗ് ബെല്ലടിച്ചിട്ട് എന്താ നീക്കാത്ത ചോദിക്കൂല. പിന്നെ അവർ എടുത്തു പറയണ ഒരു കാര്യം, മുറ്റടിച്ചു വരണ്ട. നമ്മുടെ മുറ്റടിച്ചു വരാനൊന്നും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് ഇവർക്കുള്ള സുഖങ്ങള്. അപ്പൊ തൊത്തുപ്പ അഞ്ഞിപ്പച്ചിനെ ഒറ്റക്കാക്കിട്ട് പോവുകയാണ്. പിന്നെ എന്താ വെച്ചാല് നമ്മുടെ കുട്ടികളൊക്കെ ഒരു 10, 15, 16 വയസ്സിന്റെ ഇടയിൽ വരുമ്പോ കുറച്ച് സമയങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഉണ്ടായപ്പോ ഞാൻ തീരുമാനിച്ചു, നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ട് നാട്ടിൽ പോയി നിൽക്കലുണ്ടാവില്ല. ഇവന്റെ പ്രസവത്തിന്റെ ആ സമയത്ത് പോയി നാട്ടിൽ 1 മാസം നിന്നു. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞപ്പോ പിന്നെയും പോയി. പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് കൊണ്ടും ചെയ്തു. അല്ലാത്തപ്പ ബാക്കി ഇപ്പൊ നമ്മൾക്ക് ഒരു 10-15 വയസ്സായ കുട്ടിപ്പന്റെ ഫിദുവിന്റെ ഒക്കെ ഒപ്പം എനിക്ക് തോന്നുന്നത് മൊത്തം 2 കൊല്ലം നിന്നിട്ടുണ്ടാവും. ഇത് മോളെ പിന്നെ കൊറോണ വന്നപ്പോ ചെറിയ വൈബില് വീഡിയോ എടുക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കൂടെ കയറി കോണടിക്കല്ലേ. കൊറോണ വന്ന സമയത്ത് പിന്നെ എല്ലാതും പൂതിയൊക്കെ മാറി. നാട്ടിലത്തെ കല്യാണം കിട്ടണില്ല, തണുപ്പ് കിട്ടണില്ല, ചൂട് കിട്ടണില്ല, മുടിയാൾക്കല് കിട്ടണില്ല, കുടിരിക്കല് കിട്ടണില്ല. ആ പരാതിയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കിട്ടി. എല്ലാരും മുഖം കറുത്ത് കണ്ടിട്ടാണ് കൊറോണ വന്ന സമയത്ത് വന്നത്. കൊറോണ ഒരുപാട് കാര്യങ്ങൾ നാട്ടിലേക്ക് ഇപ്പൊ പഠിപ്പിച്ചു. പക്ഷെ പിന്നെയും പഠിച്ചില്ല. നാട്ടിലത്തെ കുറെ ആൾക്കാരൊക്കെ നമ്മളോട് പെരുമാറിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ മാറണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമുക്ക് മാറാൻ പറ്റില്ല. പ്രവാസി എന്നും